നമുക്ക് വയനാട്ടിലെ 2 കൊച്ചു മിടുക്കന്മാരെ പരിചയപ്പെടാം. എന്താണ് പേര്? ഇയാളെ പേര്? നെൽവിൻ. അപ്പോൾ മക്കളെ, നമ്മളുള്ളതേ വയനാട്ടിലാണ്. വയനാട്ടിൽ ഹണി മ്യൂസിയം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? പഴയ വൈത്തിരി അല്ലേ? ഓൾഡ് വൈത്തിരി. നല്ലാണ്ട് പിള്ളേരുണ്ട് കേട്ടോ. അവരുടെ സൂപ്പർ കച്ചവടമാണത്. പുളിയില്ലാത്ത മാങ്ങ അല്ലേ? അടിപൊളി. നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 7. ഏത് സ്കൂളാണ്? അവൻ്റെ പേര് എത്ര ക്ലാസ്സിലാണ്? പുളിയില്ലാത്ത മാങ്ങല്ലേ? അപ്പോൾ ഗൈസ്, പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ നമ്മുടെ കുട്ടികൾ വെക്കണത്. മിടുക്കന്മാരാണ്. മാങ്ങ എവിടെ നിന്ന് കിട്ടിയതാ? വീട്ടിലുണ്ടായതാ? എത്ര വിലയ്ക്ക് വെക്കണേ? ഒരു വാരലിന് 25 രൂപ. അത് ശരി. എങ്ങനെ വാരുമെന്ന് കാണിച്ചേ? ഒരു വാരലെന്ന് കാണിച്ചാൽ മതി. ഒരു വാരൽ വാരിക്കഴിഞ്ഞാൽ 25 രൂപ. പിന്നെ മുളക് അല്ലേ? മുളക് വെള്ളം. എന്താ കൂട്ടുകാരനാണല്ലോ വന്നിരിക്കണത്? എന്താ കൂട്ടുകാരൻ്റെ പേരെന്താ? ക്രിസ്ത്യൻ. ക്രിസ്ത്യൻ എത്ര ക്ലാസ്സിലാവും? ഇവരെ കൂടെ തന്നെയാ? ഒരേ ക്ലാസ്സിലാണോ നിങ്ങളെല്ലാവരും? ശരി. ഇവിടെ ഹനീഫ് ജി പുളിയില്ലാത്ത മാങ്ങ വന്നിരിക്കും. അത് ശരി. സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ? സ്റ്റോക്ക് ഉണ്ട്. അതൊന്നും കാണുന്നില്ല കേട്ടോ. അല്ല, നിങ്ങൾ എത്രണ്ണം വിറ്റു? ഇപ്പോൾ എത്രണ്ണം വിറ്റു? നിങ്ങളെപ്പോൾ വന്നാ? ഉച്ചക്ക് വന്നാ? ഇതെവിടെ ഈ മാങ്ങ? എവിടുന്ന? ഇതിന് മുളക് വെള്ളം കുറച്ച് വെച്ചോ, നോക്കട്ടെ. നല്ലോണം എരിവുണ്ടോ? മിക്സ് ചെയ്യല്ലേ? അടിപൊളി. അപ്പോൾ ഹനീഫി ഒരു പാക്കറ്റ് മാങ്ങ വാങ്ങിച്ചിരിക്കും കേട്ടോ. ഒരു പിടിക്ക് 25 രൂപ. ഞങ്ങളുടെ സ്മാർട്ട് 2 പിള്ളേരാണ്. അടിപൊളി. പേരൊന്നും കൂടി പറഞ്ഞ ജോയൽ. പിന്നെ നെൽബിൻ. അടിപൊളി. അപ്പോൾ അങ്ങനെയുണ്ട്. മിടുക്കന്മാരെ കച്ചവടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവർ ഉച്ചയ്ക്ക് വന്നാണ്. ഇപ്പോൾ എത്ര രൂപയ്ക്ക് വിറ്റത്? ആരൊക്കെ ചെത്തി തന്നത്? അച്ഛനെന്താ പണി? ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ. അപ്പോൾ ഹനീഫി മാങ്ങ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട് എനർജി? മാങ്ങ നല്ല മധുരം പോലെയുള്ള മാങ്ങയാണ്. ഒട്ടും പുളിപ്പില്ലല്ലേ? കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ ഒട്ടും പുളിപ്പില്ല. അടിപൊളി. മധുരമുള്ള മാങ്ങയാണ്. അത് ശരി. ഇത് അപ്പം മൂവാണ്ടൻ അല്ല അല്ലേ? മൂവാണ്ടൻ മാങ്ങ. തോത്താപ്പൂരി അല്ല. ഓക്കെ. ഇതൊരു നല്ല സാധനമായിട്ടല്ലേ? കഴിച്ചു. ഓക്കെ.